സിജോന്റെ അഭിപ്രായത്തിൽ ആരാണ് കപ്പടിക്കാൻ? അയാൾ റീ എൻട്രി ചെയ്ത് തിരിക്കുന്ന കുഴപ്പം, പുള്ളി റീ എൻട്രി ചെയ്യുന്ന പുള്ളിയോടെ കയറും, ഞാൻ റീ എൻട്രി എനിക്ക് കയറാൻ പറ്റും. എനിക്ക് എന്താ കുഴപ്പം? അതിനകത്ത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയണ്ടേ, എന്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല. അവിടെ ഇപ്പോൾ ഇന്നാൾ വരരുത്, ഇന്നാൾ വരാൻ പാടില്ല, ഇന്നാൾ വരണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹിക്കാനോ ഒന്നുമില്ല. അയാൾ വന്നെങ്കിൽ അയാൾ വരട്ടെ, ഞാൻ പോകും. എന്തായാലും ഞാൻ എന്തായാലും ഈ ആഴ്ച റീ എൻട്രി ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പിന്നെ ഡേറ്റ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ആ ദിവസം ഞാൻ പോകും, ഫിനാലിൽ ഞാൻ പങ്കെടുക്കും, വിന്നറായിട്ടുള്ള ആൾക്ക് വേണ്ടി കൈയടിക്കും, എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാവരും കൂടെ സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ സേഫ് ഗെയിം ഒന്നല്ല ബ്രോ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഓരോരുത്തരുടെ ഗെയിം വ്യത്യസ്തമായിരിക്കും. ഓരോ ആൾക്കാർ ഗെയിം കളിക്കുന്ന രീതി അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിരിക്കും, അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് നോക്കിയപ്പോഴത്തേക്കും ഞാൻ സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മേ ബി അതിപ്പോൾ 1 മണിക്കൂറത്തെ എപ്പിസോഡാണ് ഒരു ദിവസം ഉള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അത് ഭാഗ്യമാണ്, നമ്മുടെ ലക്കാണ്, അത് ഡിപ്പെൻസ് ആണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും വരണമെന്നില്ല, ചിലത് വരാം, ചിലത് വരാതിരിക്കാം. അതൊരിക്കലും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഓരോ ആൾക്കാരും ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ പുറത്തു വന്ന ആളാണ്, ഞാൻ അവിടുത്തെ 7ാമനായിട്ട് പുറത്തു വന്ന ആളാണ്. അതിനർത്ഥം എന്നെക്കാൾ മുന്നേ പോയ 18ഓളം ആൾക്കാർ എന്നെക്കാൾ മോശക്കാരാണെന്നല്ല, എന്നെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ പുറത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ, അകത്ത് നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ നല്ലതും അല്ലെങ്കിൽ സേഫ് ഗെയിം അല്ലെങ്കിൽ സൂപ്പർ ഗെയിം എന്ന് പറഞ്ഞ് അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങളോട് ചോദിക്കാം, അവിടുത്തെ ഏറ്റവും സൂപ്പർ ഗെയിമർ ആരാണ് പറയാൻ പറ്റുമോ? ഒറ്റ ഉത്തരം മാത്രം ഇവർക്കും പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞേ, അടുത്ത സൂപ്പർ ഗെയിമർ ആരാ? പറ, നിങ്ങൾ പറ. വേറെ ആരാ ഉണ്ട്? ജിൻഡാണ്ട് വേറെ ആരാ ഉള്ളേ? എന്തോ അപ്പൊ എല്ലാവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെന്തായാലും വിന്നറാവും, 1ാം സ്ഥാനത്ത് വരും. അത് അങ്ങനെ സംഭവിക്കേണ്ട കാര്യമാണ്. അതിനകത്തിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ സേഫ് ഗെയിം എന്നോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഗെയിം എന്നോ, എന്നെ പൊളിറ്റിക്കൽ ഗെയിം പറഞ്ഞ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്ത് വിളിച്ചാലും ഹാപ്പി. എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ വിന്നറാവട്ടെ. എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും വിജയ ആശംസകൾ ഈ സമയത്ത് ഞാൻ പറയുകയാണ്. എന്തായാലും നമുക്ക് ഫിനാലെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ആര് വിന്നറാവുന്നുള്ളത്. സിജോന്റെ അഭിപ്രായത്തിൽ ആരാണ് കപ്പടിക്കാൻ? അങ്ങനെ എനിക്ക് അഭിപ്രായം ഇല്ല, കാരണം എന്നെ സംബന്ധിച്ചോളം കപ്പടിക്കേണ്ടത് സിജോ ആയിരുന്നു. സിജോ ഇപ്പൊ പുറത്തുണ്ട്. അപ്പം ബാക്കി ഇനിയിപ്പോ ഞാൻ എങ്ങനെയാണ് വേറെ ആൾ കപ്പടിക്കുന്ന കാര്യം പറയാ? അങ്ങനെ എനിക്ക് എന്താ പറയണ്ടേ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ കപ്പടിക്കുക. അപ്പം നമുക്ക് എല്ലാവരും കൂടെ വോട്ട് ചെയ്യാം. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ കപ്പടിക്കട്ടെ. സിജോന്റെ വോട്ട് ആർക്കായിരിക്കും? ഞാൻ വോട്ട് ചെയ്യുന്നില്ല ബ്രോ. അതെങ്ങനെ ഞാൻ പറയും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ എന്റെ മോൾ അതിന്റെ ആളല്ല, ഏഷ്യാനെറ്റിന്റെ ആളല്ല, ഞാൻ മത്സരാർത്ഥിയാണ്. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല ആര് വിന്നർ ആവുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന ആളെ വിന്നർ ആക്കാം എന്ന രീതിയിലായിരിക്കില്ലല്ലോ ഒരിക്കലും അവിടെ സംഭവം. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് എവിക്റ്റ് ആയി? കമ്പാരിറ്റീവ്ലി വോട്ടിൽ ഞാൻ 7ാം സ്ഥാനക്കാരനായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഞാൻ എവിക്റ്റ് ആയത്. അപ്പൊ എന്റെ വ്യൂ പോയിന്റിൽ ഞാൻ മോശക്കാരനാണെന്നല്ല, ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള 6 ആൾക്കാർക്ക് എന്നെക്കാൾ കൂടുതൽ വോട്ട് കിട്ടി, അതുകൊണ്ട് എനിക്ക് പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നെക്കാൾ കുറച്ചുകൂടെ മിടുക്ക് അവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കാം, അതുകൊണ്ട് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടി, അവരവിടെ നിൽക്കുന്നു. ഞാൻ പുറത്തു പോയെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പറയുന്നത് അതിന്റെ അകത്തുള്ള ഗെയിം മൊത്തം ആണെന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. ഇല്ല ബ്രോ, അത് അഖിൽമാരാണ് പറഞ്ഞതല്ല, അത് എന്നോട് ചോദിച്ചു ഞാൻ ഉത്തരം പറയും. മാരാകത്ത് നമുക്ക് ചോദിക്കാം.